കൊച്ചിയിലെ മുതിർന്ന കലാകാരന്മാരുടെ കൂട്ടായ്മയ സായാഹ്നകൂട്ടത്തിന്റെ 10ാം വാർഷികാഘോഷങ്ങൾക്കായി പ്രമുഖ വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വാഗത സംഘം രൂപീകരിച്ചു. ഫോർട്ട് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം ആദം അയൂബ് മുഖ്യ രക്ഷാധികാരിയായും അഡ്വക്കേറ്റ് പ്രേംകുമാർ ചെയർമാനായും തെരഞ്ഞെടുക്കപ്പെട്ടു. കൗൺസിലർമാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്ത യോഗത്തിനു ശേഷം കലാകാരന്മാർ അവതരിപ്പിച്ച സംഗീത വിരുന്നും അരങ്ങേറി. കൊച്ചിയിലെ മുതിർന്ന കലാകാരന്മാരുടെ കലാസമിതിയായ സായാഹ്നകൂട്ടത്തിന്റെ 19ാം വാർഷികാഘോഷത്തിന്റെ വിജയത്തിനായി കൊച്ചിയിലെ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തി സ്വാഗത സംഘം രൂപീകരിച്ചു. ഫോർട്ട് കൊച്ചി വെളി പള്ളത്തുരാമൻ സ്മാരക ഹാളിൽ പ്രസിഡന്റ് പി. ഹമീദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം പ്രശസ്ത ചലച്ചിത്ര നടനും സംവിധായകനുമായ ആദം അയൂബ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിലെ ഈ സായാഹ്നകൂട്ടത്തെ വ്യത്യസ്തമാക്കുന്ന ഒരുപാട് ഘടകങ്ങളും ഏറ്റവും പ്രധാനമായത് കൊച്ചിയുടെ ചരിത്രപരമായ പൈതൃകമാണ്. ഒരുപാട് വൈദേശികവും സ്വദേശീയവുമായ സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാണ് കൊച്ചി. അതിൽ നിന്നെല്ലാം നമുക്ക് ലഭിച്ച ഒരുപാട് ധാരകളും സാംസ്കാരിക ധാരകൾ, ആ ധാരകളെല്ലാം നമ്മളിൽ ലയിച്ച് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും പക്ഷേ ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയും ഇത്രയധികം വൈവിധ്യമാർന്ന ഭാഷകൾ സംസാരിക്കുന്ന ഇത്രയധികം വ്യത്യസ്തമായ ജാതിമതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളും ഒന്നിച്ച് അടുത്തടുത്ത് താമസിക്കുന്ന എല്ലാ ആഘോഷങ്ങളും ഒരുപോലെ ആഘോഷിക്കുന്ന മനോഹരമായ ഈ ഭൂപ്രദേശം, ഇവിടെ ചരിത്രത്തിൻ്റെ തിരുവടയാളങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് പല സ്ഥലത്തും കാണാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല ചരിത്ര സ്മാരകങ്ങളും ഇവിടെയുണ്ട്. കൊച്ചി നഗരസഭാ കൗൺസിലർമാരായ പ്രിയ പ്രശാന്ത്, മഞ്ജുള അനിൽകുമാർ, ഷൈനി മാത്യു, മുൻ കൗൺസിലർ സീനത്ത് റഷീദ്, ഗായിക നന്ദ മേനോൻ എന്നിവർ ആശംസ പ്രസംഗം നടത്തി. മുതിർന്ന കലാകാരന്മാരെ വലിയൊരു കൂട്ടായ്മയിൽ സായാഹ്നകൂട്ടം എന്ന് പറയുന്നത് കൊച്ചിയിൽ ഇതുപോലെ ഒത്തിരി സംഘടനകൾ സീനിയർ സിറ്റിസണുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ പോലും ഇതുപോലെ മുതിർന്ന കലാകാരന്മാർക്ക് വേദിയൊരുക്കി കൊടുക്കുന്ന വേറൊരു കൂട്ടായ്മ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സ്വാഗത സംഘം മുഖ്യ രക്ഷാധികാരിയായി ആദം അയൂബിനെയും രക്ഷാധികാരികളായി ഷൈനി മാത്യു, അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്, മഞ്ജുള അനിൽകുമാർ, PM നാസർ, ഗ്ലാഡ്വിൻ ആന്റണി എന്നിവരെയും ചെയർമാനായി അഡ്വക്കേറ്റ് പ്രേംകുമാർ, ചീഫ് കോർഡിനേറ്റർ നന്ദ മേനോൻ, ജനറൽ കൺവീനർ P. ഹമീദ്, ട്രഷറർ ജോസ്വിൻ ഫ്രാൻസിസ് എന്നിവരെയും വൈസ് ചെയർപേഴ്സൺമാരായി ഹബീബുള്ള, PK നാസർ, KM ജോസ്, LC ജെയിംസ്, സീനത്ത് റഷീദ്, സുനിത ഫൈസൽ, കൺവീനർമാരായി ഹാഷിം ഖാൻ, അൻസാർ ഷുക്കൂർ, ഗീതാ ചന്ദ്രൻ, PM സിറാജ് എന്നിവരെയും തെരഞ്ഞെടുത്തു. ശ്രീജ നായർ, ബിന്ദു രാജീവ് തുടങ്ങി 15ഓളം സായാഹ്നകൂട്ടം ഗായകർ ഗാനങ്ങൾ ആലപിച്ചു. ഹാഷിം ഖാൻ സ്വാഗതവും ജോസ്വിൻ ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു. ഷെരീഫ് മൈത്രി, സുനിത ഫൈസൽ എന്നിവർ സംസാരിച്ചു. അതിന്റെ 10ാം വാർഷികത്തിൽ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 9 വർഷമായി സായാഹ്നകൂട്ടം എല്ലാ വർഷവും വിവിധ കലാപരിപാടികളോടുകൂടി ഒരു സംഘടന ഏറ്റെടുക്കാൻ താല്പര്യം കാണിക്കാത്തതോടെ അത്രയും സങ്കരമായ പരിപാടികളാണ് നടത്തി വരുന്നത്. അതിന് നല്ല പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. സ്വന്തം വീടുകളിലെ ചുമരുകൾക്കുള്ളിലേക്ക് പിൻവാങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥ അനുഭവപ്പെട്ടു. അത്തരം കലാകാരന്മാരെ എല്ലാവരെയും ഉൾച്ചേർത്ത് അവർക്ക് അവരുടേതായ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കാനും ഒന്നിച്ചുകൂടാനുള്ള ഒരു പൊതുവേദി എന്ന നിലയിലാണ് സായാഹ്നകൂട്ടം രൂപം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്നേഹം പൊന്നണിയട്ടെ. 7's ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല.